ഹായ് പ്രിയമുള്ളവരെ, ഹമാസ് മേധാവിയായ ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ച് ഇസ്രയേൽ കൊലപ്പെടുത്തി. അതിനുശേഷമാണ് ഇറാൻ ഇസ്രയേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഈ പ്രഖ്യാപനത്തിലെ വെല്ലുവിളി ഇസ്രയേൽ ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ യുദ്ധത്തിന് തുടക്കമിട്ടത് ഇസ്രയേലിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മുഖത്ത് ആദ്യമായി മരണഭയം തെളിയുന്നു എന്ന് പറഞ്ഞ് പല മാധ്യമങ്ങളും എഴുതുന്നു. മരണഭയം ഉള്ള വ്യക്തിയായിരുന്നെങ്കിൽ ആ ചാലഞ്ച് ഏറ്റെടുക്കുമായിരുന്നില്ല. ഇറാനാണ് യുദ്ധത്തിൽ നിന്നും പിന്മാറിയത്. ഇറാന്റെ മുഖത്താണ് മരണഭയം ലോകരാജ്യങ്ങൾ കാണുന്നത്. ഇസ്രായേൽ സൈന്യം ഇപ്പോൾ യുദ്ധത്തെ നേരിടാൻ സർവ്വവിധ സൈനിക സന്നാഹങ്ങളുമായി ഇറാന്റെ അതിർത്തിയിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. നെതന്യാഹു ഉൾപ്പെടെ ഇസ്രയേലിലെ ഓരോ പൗരന്മാരും ആദ്യം നിർഭയരായിരിക്കണം, സുരക്ഷിതമായിരിക്കണം. അവർക്ക് മുഴുവൻ ആളുകൾക്കും വേണ്ടി നവീകരിച്ച ഭൂഗർഭ അറകൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടാണ് ഇസ്രായേൽ സൈന്യം യുദ്ധമുഖത്ത് ഉറച്ചു നിൽക്കുന്നത്. ദീർഘകാലം താമസിക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനമാണ്. എല്ലാത്തരം ആയുധങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. പലസ്തീൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി സ്വയം പ്രതിരോധത്തിന്റെ ശരീരഭാഷയിലേക്ക് മാറുന്നത്. കാരണം ഇതൊരു ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് അറിയുന്നത് കൊണ്ടാണ്. യുദ്ധത്തിൽ വിജയിക്കുമോ തോൽക്കുമോ അത് രണ്ടാമതാണ്. വേണ്ടുന്ന രൂപത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നത് ബുദ്ധിമാന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇറാൻ ഏത് രൂപത്തിലുള്ള ആക്രമണ സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇസ്രായേലിന് കഴിയുന്നത് കൊണ്ടാണ് അതിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളും വളരെ കടുപ്പമേറിയതായി മാറുന്നത്. ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദ് വളരെ കൃത്യമായി കാര്യങ്ങളെ അനലൈസ് ചെയ്ത് തന്നെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ആ രാജ്യത്തിന് വേണ്ടുന്ന സുരക്ഷിതത്വം ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ട് യുദ്ധത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്തത്. ഈ യുദ്ധം ഏറ്റവും വലിയ അപകടത്തിലാക്കുന്നത് ലോക രാജ്യങ്ങളെ ആയിരിക്കും എന്ന ആശങ്കയിലാണ് അമേരിക്ക. ഇസ്രയേലിനെ സഹായിക്കാൻ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക എത്തിക്കുന്നതും ഈ യുദ്ധത്തെ വളരെ ഗൗരവത്തോട് കൂടി കണ്ടതുകൊണ്ട് തന്നെയാണ്. ഇറാനുമായി അഭിപ്രായ വ്യത്യാസമുള്ള അറബ് രാജ്യങ്ങൾ പോലും പുതിയ സാഹചര്യത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനോടും ഒപ്പം നിൽക്കുന്നുണ്ട്. മുസ്ലിം രാജ്യങ്ങളിലെ ജനങ്ങളുടെ പൊതുവികാരം ഇറാൻ അനുകൂലമാണ് എന്നാണ് അവർ ധരിക്കുന്നത്. പക്ഷേ അല്ല. അമേരിക്കയോട് അകലം പാലിക്കാൻ അറബ് രാജ്യങ്ങളെ നിർബന്ധിതമാക്കുന്നുണ്ട് ഇറാൻ. പക്ഷേ ഇറാൻ ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് രണ്ട് രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. പല വൻ ശക്തികളും ഈ യുദ്ധത്തിൽ ഇടപെടാനുള്ള സാധ്യത വളരെ വലുതാണ്. അമേരിക്കൻ ചേരി ഒരു ഭാഗത്തും റഷ്യയും ചൈനയും മറുഭാഗത്തും നിലയുറപ്പിച്ചാൽ തീർച്ചയായും അതൊരു മൂന്നാം ലോക മഹായുദ്ധമായി മാറും എന്നുറപ്പാണ്. ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖൊമേനിയാണ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ആക്രമണത്തിന്റെ ശക്തി കൂടുമെന്ന് ഇറാൻ പറഞ്ഞു കൂട്ടുന്നതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളാണ് ഇസ്രായേലും ഇറാനും. രണ്ട് രാജ്യങ്ങളും രഹസ്യമായി ആണവായുധങ്ങൾ ശേഖരിച്ചു വച്ചിട്ടുണ്ട് എന്നത് ലോക രാജ്യങ്ങൾക്ക് തന്നെ തർക്കമില്ലാത്ത വസ്തുതയാണ്. നിരവധി യുദ്ധങ്ങൾ ചെയ്ത് പാരമ്പര്യമുള്ള പേർഷ്യൻ പോരാളികളാണ് ഇറാൻ. രണഭൂമിയിലാണ് അവർ പിച്ച വെച്ച് തുടങ്ങുന്നത് പോലും. അതുകൊണ്ട് ഓലപ്പടക്കങ്ങൾ കണ്ട് ജൂതപ്പട പേടിക്കില്ല. ഇറാനിലേക്ക് സൈന്യത്തെ അയച്ച് ആ രാജ്യത്തെ കീഴ്പ്പെടുത്തുക എന്നത് അമേരിക്കയ്ക്ക് പോലും അസാധ്യമായ വസ്തുതയാണ്. ഭൂമിശാസ്ത്രപരമായ ഘടനയും ഇറാൻ അനുകൂലമാണ് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതുകൊണ്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ വ്യോമാക്രമണത്തിലൂടെ ഇറാനെ ആക്രമിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനവും സൈനിക ശേഷിയും
ഇന്റലിജൻസ് മികവുമാണ് ഇസ്രായേലിന്റെ കരുത്ത്. സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറുള്ള പോരാളികളായ ജനതയാണ് ഇറാന്റെ കരുത്ത് എന്ന് ഇറാൻ അവകാശപ്പെടുമ്പോൾ, ഇറാനിൽ നിന്ന് തന്നെയാണ് മൊസാദ് ചാരന്മാരെ വിലക്കെടുത്ത് ഇസ്മായിൽ ഹനിയയുടെയും ഹിസ്ബുള്ളയുടെ നേതാവായ ഷുക്കൂറിന്റെയും തല തെറിപ്പിച്ചത് എന്നതൊരു വസ്തുതയാണ്. നിരവധി ആണവായുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ട്, തർക്കമില്ല. ഇതിനും പുറമെ സജീവമായ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയും ഇറാനുണ്ട്, തർക്കമില്ല. അടുത്തിടെയായി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന തോത് വലിയ രൂപത്തിലാണ് ഉയർത്തിയിരുന്നത്, സമ്മതിക്കുന്നു. 50 വർഷം പഴക്കമുള്ള ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചതിന്റെ പേരിലാണ് ഇറാന്റെ പരമോന്നത നേതാവായ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടത് എന്നതും തർക്കമില്ലല്ലോ. അതെ, 50 വർഷം മുമ്പുള്ള ആയുധങ്ങൾ സൂക്ഷിച്ച് തന്നെ വെക്കണം. പക്ഷേ ഇസ്രായേൽ ഒരുപാട് ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇസ്രായേലിന്റെ കരുത്ത് എടുത്തു പറയാനാണെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം, സൈനിക ശേഷി, ഇന്റലിജൻസ് മികവ്, പിന്നെ മൊസാദ് എന്ന ചാര സംഘടനയുടെ ബലം, അയൺ ഡോം. ഇസ്രായേലിൽ നമുക്കറിയാം ഒരുപാട് മികവുള്ള ഒരു രാജ്യം തന്നെയാണ്, പ്രത്യേകിച്ച് യുദ്ധ സന്ദർഭങ്ങളിൽ ഇസ്രായേലിൻ്റെത്. ഇസ്രായേലിൽ 1,70,000 സജീവ സൈനികരും 4,65,000 റിസർവ് സൈനിക വിഭാഗവുമുണ്ട്. 1,376 ടാങ്കുകളും 43,470 കവചിത വാഹനങ്ങളും 650 പീരങ്കികളും 150 റോക്കറ്റ് ലോഞ്ചറുകളും ഇസ്രായേലിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ആധുനികമായ സേനകളിൽ ഒന്നാണ് അവരുടെ വായുസേന. ആധുനിക F-35 പോർ വിമാനങ്ങളടക്കം ഇസ്രായേൽ വ്യോമസേനയ്ക്ക് സ്വന്തമാണ്. പരമാവധി കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തി നിയന്ത്രിത സ്ഫോടനം നടത്തുന്ന സ്മാർട്ട് ബോംബുകൾ ഇസ്രായേലിലുണ്ട്. 612 യുദ്ധവിമാനങ്ങളാണുള്ളത്. 500 മെർക്കാവ ടാങ്കുകളാണ് ഇസ്രായേലിന്റെ കരയുദ്ധത്തിന്റെ കരുത്ത്. മിസൈലുകളെയും ഡ്രോണുകളെയും ലക്ഷ്യത്തിലെത്തുന്നതിനു മുമ്പ് തന്നെ തകർക്കുന്ന അയൺ ഡോം അടക്കമുള്ള മിസൈൽ വേധ സംവിധാനങ്ങളും ഇസ്രായേലിന്റെ കരുത്താണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിന്റെ കൈവശം 80 ആണവ ബോംബുകളുണ്ട്. ഇതിൽ 30 എണ്ണം വിമാനങ്ങളിൽ നിന്നും തൊടുക്കുന്ന ഗ്രാവിറ്റി ബോംബുകളാണ്. ബാക്കി 50 എണ്ണം മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തൊടുക്കാവുന്നതാണ്. ആണവ ശക്തിയിലാണെങ്കിലും യുദ്ധത്തിൽ ഇസ്രായേലിന് ഈ കരുത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം അതിർത്തികൾക്കപ്പുറത്തേക്ക് നീളുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ ഇസ്രായേലിന്റെ ആണവായുധ ശേഷി അടക്കമുള്ള കരുത്തുകൾ നിർണായക സ്വാധീനമാകുമത്രേ. 1996 ടാങ്കുകളും 65,765 കവചിത വാഹനങ്ങളും 580 പീരങ്കികളും 775 റോക്കറ്റ് ലോഞ്ചറുകളും ഇറാൻ ആക്രമണ നിരയിലുണ്ട്. 551 യുദ്ധവിമാനങ്ങളും 186 ആക്രമണ വിമാനങ്ങളും ഉണ്ട്. മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള രാജ്യം ഇറാനാണ്. 20 തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് അനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഖൈബർ ബസ്റ്റർ എന്ന ഇറാൻ മിസൈലിന് സമീപ മേഖലകളിലുള്ള US ബേസുകളിലും ആക്രമണം നടത്താനുള്ള കഴിവുണ്ട് എന്നാണ് ഒരു ഭാഗം വാദിക്കുന്നത്. കഴിഞ്ഞ വർഷം തങ്ങളുടെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലും ഇറാൻ അവതരിപ്പിച്ചു. ഫത്താഹ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈലിന് ഏത് ശത്രു മിസൈൽ സംവിധാനങ്ങളെയും തുളച്ചു കയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ട് എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ എയ്റോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫത്താഹ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. റഡാറുകളെ പോലും വെട്ടിച്ച് ശത്രുരാജ്യത്ത് പറന്നു കയറി വ്യാപകമായ നാശനഷ്ടം വിതയ്ക്കാൻ ശേഷിയുള്ള 10,000 കണക്കിന് ഡ്രോണുകൾ ഇറാന്റെ കൈവശമുണ്ട്. ലോകത്തെ ഏത് രാജ്യത്തും കടന്നു കയറി ആക്രമിക്കാൻ ശേഷിയുള്ള ചാവേറുകൾ കൂടിയാകുമ്പോൾ ഇറാന്റെ പോർമുഖത്തെ ഇസ്രായേൽ ഭയക്കുക തന്നെ വേണമെന്ന് ഇറാൻ പറയുന്നു. ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ
അത് കൈവിട്ടു പോകാൻ ഏറെ സാധ്യതയുണ്ട് എന്ന് ലോകരാജ്യങ്ങൾ ഭയാശങ്കയോടുകൂടി പറയും. ഇനി എത്രയൊക്കെ വലിയ സംവിധാനങ്ങൾ കൈകളിൽ ഉണ്ടെങ്കിലും ശരി, അത് അവസരോചിതമായി എങ്ങനെ നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്നു എന്നതൊരു പ്രശ്നം തന്നെയാണ്. നമ്മൾ പലപ്പോഴും പല സിനിമകളിലും ചിലരുടെ കാർ റേസിംഗ് കണ്ടിട്ടുണ്ട്. ഒരു സിനിമയില് വിജയുടെ കാർ റേസിംഗ് ആണ്. ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും ഓരോ പാർട്ട് ഊരിത്തെറിക്കുന്നുണ്ട്, എന്നിട്ടും വിജയിച്ചു. നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് ഒരു പ്രധാന വിഷയം തന്നെയാണ്. ഒരു പക്ഷേ ഇസ്രായേലിനേക്കാൾ കോടിക്കണക്കിന് ഇരട്ടി സംവിധാനങ്ങൾ ഇറാനുണ്ടാകാം. ഇറാനേക്കാൾ വളരെ ചെറിയ സംവിധാനം മാത്രമേ ഇസ്രായേലിനുണ്ടാകൂ. പക്ഷേ ഒന്നിനെയും നിസ്സാരമായി തള്ളിക്കളയുന്നത് ശരിയല്ല. അപ്പോൾ ഇസ്രായേൽ ഭയന്ന് വിറച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ വെല്ലുവിളി ഏറ്റെടുക്കുമായിരുന്നില്ല. കാരണം ഇറാൻ അങ്ങ് ഇസ്രായേലിനെ മൂത്രമൊഴിക്കുന്ന ലാഘവത്തോടെ നശിപ്പിക്കുമെന്നാണ് ഇപ്പോൾ നമ്മുടെ മുക്കാൽ മീഡിയകളൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട് നാളിതുവരെ ഒരു ചെറുവിരലനക്കാൻ പോലും ഇറാൻ തയ്യാറാകാത്തത്? ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇറാൻ നാണം കെട്ട് നിൽക്കുവാണ്. കാരണം ഇത്രയും സംവിധാനങ്ങളുള്ള കരുത്തന്മാരായ ഇറാന്റെ മൂക്കിന് തുമ്പിൽ നിന്ന് ഇതിനു മുമ്പും ഇസ്രായേല് പല നേതാക്കളുടെയും തലകൾ പിഴുതെടുത്ത് കത്തിച്ചിട്ടുണ്ട്, ആ രാജ്യത്തിട്ടുണ്ട്. ആ സമയത്ത് ഈ സംവിധാനങ്ങളൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ലല്ലോ. പക്ഷെ ഇസ്രായേലിന്റെ അകത്തൊരു ഉറുമ്പിന് കയറി ഇസ്രായേലിന്റെ സൈന്യത്തെ ഒന്ന് കടിക്കാൻ പറ്റുമോ? ഇപ്പോഴും ഹമാസുമായിട്ടുള്ള യുദ്ധം തുടരുന്നത് പലസ്തീൻ അകത്ത് നിന്നിട്ടാ, ഗാസയ്ക്കകത്ത് നിന്നിട്ടാ. അതിൽ നിന്ന് തന്നെ ജൂതപ്പടയുടെ ഒരു യോദ്ധാക്കൾ ഏത് രൂപത്തിലുള്ളതാണ് എന്ന് ലോകങ്ങൾക്ക് തെളിഞ്ഞിട്ടുണ്ട്. നന്ദി.